എല്ലാ വിദ്യാർത്ഥികളെയും +1 ഒന്നാമത് ചാപ്റ്റർ സെറ്റ്സ് അതിൻ്റെ 5ാമത് ക്ലാസ്സിലേക്ക് സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് സബ്സെറ്റ്, പ്രോപ്പർ സബ്സെറ്റ്, അതിൻ്റെ എണ്ണം കാണുന്ന ഫോമുല, അതേപോലെ പവർ സെറ്റ് എന്ന ആശയങ്ങളാണ്. ഈ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പ്രോബ്ലം ഡിസ്കസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. ക്വസ്റ്റ്യൻ: A = set of all x such that x is a prime number less than 7. അതിൻ്റെ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ, റൈറ്റ് എ ഇൻ റോസ്റ്റർ ഫോം. ഈ തന്നിരിക്കുന്ന ഫോമിൻ്റെ പേര് നിങ്ങൾക്കറിയാമല്ലോ. ഈ ഫോമിൻ്റെ പേരെന്താ? സെറ്റ് ബിൽഡർ ഫോം. ഇതിനെ നമുക്ക് റോസ്റ്റർ ഫോമിലേക്ക് മാറ്റണം. ഒന്ന് വായിച്ചേത്. എക്സ് ഈസ് എ പ്രൈം നമ്പർ ലെസ് ദാൻ 7. 7നേക്കാൾ ചെറിയ പ്രൈം നമ്പേഴ്സ്. ഏറ്റവും ചെറിയ പ്രൈം നമ്പർ ഏതാ? 2, 3, 5, 7, 11, 13 തുടങ്ങിയ നമ്പേഴ്സാണ് പ്രൈം നമ്പേഴ്സ്. നമുക്കെല്ലാ പ്രൈം നമ്പേഴ്സും വേണ്ട. നമുക്ക് വേണ്ടതോ 7നേക്കാൾ ചെറിയ പ്രൈം നമ്പേഴ്സ് മാത്രം മതി. പ്രൈം നമ്പർ ലെസ് ദാൻ 7 എന്നാണ് ചോദ്യം. ഏതൊക്കെയാണ് 7നേക്കാൾ ചെറിയ പ്രൈം നമ്പേഴ്സ്? 2, 3, 5. അപ്പോൾ എയുടെ റോസ്റ്റർ ഫോം സെറ്റ് 2, 3, 5. ഇനി അടുത്ത സബ് ക്വസ്റ്റ്യൻ, റൈറ്റ് പി ഓഫ് എ. എന്താ പി ഓഫ് എ? പവർ സെറ്റ് ഓഫ് എ. ഈ എയുടെ പവർ സെറ്റ് എഴുതണം. പവർ സെറ്റ് എഴുതുന്നത് എങ്ങനെയാണെന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടായിരുന്നു. ഒന്ന് ഓർത്ത് എങ്ങനെയാണ് പവർ സെറ്റ് എഴുതുക? ഈ എയുടെ എല്ലാ സബ്സെറ്റുകളും എഴുതി അതിനെ ഒരു സെറ്റിനകത്താക്കണം. അതാണ് പവർ സെറ്റ് ഓഫ് എ, പി ഓഫ് എ. നമുക്ക് എഴുതാം പി ഓഫ് എ = സെറ്റ്. ഇതിൻ്റെ സബ്സെറ്റുകൾ സെറ്റ് 2, സെറ്റ് 3, സെറ്റ് 5 ഓരോ എലമെൻറ്റ്. പിന്നെ ഈ 2 എലമെൻ്റ് എടുക്കുമ്പോൾ സെറ്റ് 2, 3, സെറ്റ് 3, 5, സെറ്റ് 2, 5. പിന്നെ ആ സെറ്റ് അതേപോലെ എഴുതണം, സെറ്റ് 2, 3, 5. പിന്നെ അവസാനം നൾ സെറ്റും. ഈ സബ്സെറ്റുകൾ ഇങ്ങനെ കോമയിട്ട് എഴുതിയാൽ മാത്രം പോരാ, അതിനെ വീണ്ടും ഒരു സെറ്റിനകത്ത് ഉൾപ്പെടുത്തണം. അതാണ്ട് ഈ സെറ്റിൻ്റെ സിമ്പിൾ വെളിയിലുണ്ട് കേട്ടോ, അതാണ്ട് ഇവിടെ ഉണ്ട്. ഇതാണ് പവർ സെറ്റ് ഓഫ് എ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക്, റൈറ്റ് ദ നമ്പർ ഓഫ് പ്രോപ്പർ സബ്സെറ്റ്സ് ഓഫ് എ. എയുടെ പ്രോപ്പർ സബ്സെറ്റിൻ്റെ നമ്പർ എന്ന് വെച്ചാൽ എന്താ? എണ്ണമാണ് വേണ്ടത്. പ്രോപ്പർ സബ്സെറ്റിൻ്റെ എണ്ണം കാണുന്ന ഫോമുല നമ്പർ ഓഫ് പ്രോപ്പർ സബ്സെറ്റ്. തെറ്റിക്കരുത്, പ്രോപ്പർ സബ്സെറ്റുകൾ എഴുതാനല്ല, അതിൻ്റെ എണ്ണം എഴുതാനാണ് ചോദ്യം. പ്രോപ്പർ സബ്സെറ്റിൻ്റെ എണ്ണം കാണുന്ന ഫോമുല കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു. പെട്ടെന്ന് ഫോമുല ഒന്ന് ഓർത്താണ്. 2n - 1. പ്രോപ്പർ സബ്സെറ്റിൻ്റെ എണ്ണം കാണുന്ന ഫോമുലയാണ് 2n - 1. അതിൽ ഈ എന്നിന് എന്ത് വാല്യൂ കൊടുക്കണം? n എന്ന് പറയുന്നത് ഈ എയിലെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആണ്. അറിയാമല്ലോ, എയിൽ എത്ര പേരുണ്ട്? 3. എയിലെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് 3 ആണ്. അപ്പോൾ ഇവിടെ എന്നിന് നമ്മൾ 3 എന്ന് കൊടുക്കണം. അപ്പോഴെന്താ സംഭവിക്കുക? ഇവിടെ എന്നിന് 3 കൊടുത്താൽ 2⁻³ - 1. എങ്ങനെ 2⁻³ കാണുന്നേ? 2നെ 3 പ്രാവശ്യം ഗുണിക്കണം. അപ്പോൾ നമുക്ക് 8 എന്ന് കിട്ടും. 8 - 1 7. അപ്പോൾ ഈ എയുടെ പ്രോപ്പർ സബ്സെറ്റ്സിൻ്റെ എണ്ണമാണ് 7. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ആശയം ഇൻ്റർവെൽസ് ആണ്. ഈ ഇൻ്റർവെൽ എന്ന് കേൾക്കുമ്പോൾ സ്കൂളിലെ പീരീഡുകൾക്കിടയിൽ കിട്ടുന്ന ഫ്രീ ടൈം ആണെന്ന് കരുതരുത്. ഇവിടെ ഇൻ്റർവെൽസ് എന്ന് പറയുന്നത് വേറൊരു ആശയമാണ്. ഈ ഹെഡിങ് വായിച്ചു നോക്കുമ്പോൾ തന്നെ അതിനെക്കുറിച്ച് ഒരു ചെറിയ ആശയം നിങ്ങൾക്ക് കിട്ടും. ഇൻ്റർവെൽസ് സബ്സെറ്റ്സ് ഓഫ് ആർ. ഇൻ്റർവെൽസ് എല്ലാം ആർ. എന്താ? ആറ് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്. അതിൻ്റെ സബ്സെറ്റുകളാണ് എന്നതാണ്ട് ഈ ഹെഡിങ്ങിൽ നിന്ന് തന്നെ നമുക്ക് ബോധ്യപ്പെടും. എന്തായാലും നമുക്ക് ഇൻ്റർവെൽസിനെ കുറിച്ച് വളരെ ഡീറ്റെയിലായിട്ട് തന്നെ ഒന്ന് പഠിക്കണം. കാരണം ഈ ഇൻ്റർവെൽസ് നമ്മൾ പഠിക്കുന്നത് ഈ സെറ്റിലാണെങ്കിൽ പോലും ഇത് മാത്സിൻ്റെ ഒരുവിധമുള്ള ബ്രാഞ്ചുകളിലെല്ലാം ഇത് ഉപയോഗിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായൊരു ധാരണ എപ്പോഴും ഉണ്ടാവണം. നമുക്ക് തുടങ്ങാം. ഇൻ്റർവെൽസ്. ഇത് UP ക്ലാസ് മുതൽ നിങ്ങൾ പരിചയിച്ചു വരുന്ന നമ്പർ ലൈനാണ്. ഈ നമ്പർ ലൈനിൽ ഏതാണ്ട് ഈ 1, 2, 3, 4 എക്സെട്ര നമ്പേഴ്സിൻ്റെ പേരറിയാലോ, നാച്ചുറൽ നമ്പേഴ്സ്. 0, 1, 2, 3, 4 എക്സെട്ര ഹോൾ നമ്പേഴ്സ്. എക്സെട്ര -3, -2, -1, 0, 1, 2, 3, 4 എക്സെട്ര ഇൻറ്റിജേഴ്സ്. ഈ ഇൻറ്റിജേഴ്സ് എല്ലാം തന്നെ റിയൽ നമ്പേഴ്സ് കൂടിയാണ് എന്നും നിങ്ങൾക്കറിയാം. ഇതൊക്കെ നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്ത കാര്യങ്ങളാണ്. ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾ ഈ 1ഉം ഈ 2ഉം കണ്ടല്ലോ. ഈ 1നും 2നും ഇടയ്ക്ക് ഇതാണ്ട് ഇവിടെ ഈ 1നും 2നും ഇടയ്ക്ക് ഏതെങ്കിലും റിയൽ നമ്പർ ഉണ്ടോ? ഒന്ന് ആലോചിച്ച് നിങ്ങൾ. 1നും 2നും ഇടയ്ക്ക് റിയൽ നമ്പർ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട്. ഒരു എക്സാമ്പിൾ പറയട്ടെ. 1.1. അത് 1നും 2നും ഇടയ്ക്കാണ്.
1.6, 1.7, 1.34, 1.775, 1.001 അങ്ങനെ 1 പോയിൻ്റ് എന്ന് നമ്മൾ പറയുന്ന എല്ലാ റിയൽ നമ്പേഴ്സും 1നും 2നും ഇടയ്ക്കാണ് കിടക്കുക. അപ്പോൾ ഈ 1നും 2നും ഇടയ്ക്ക് എത്ര റിയൽ നമ്പേഴ്സ് ഉണ്ടെന്ന് ചോദിച്ചാൽ നമ്മൾ എന്തു പറയും? എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റാത്ത അത്രയുമുണ്ട്. അതായത് ഇൻഫിനിറ്റ് റിയൽ നമ്പേഴ്സ് ഉണ്ടാകും 1നും 2നും ഇടയ്ക്ക്. അത് 1നും 2നും ഇടയ്ക്ക് മാത്രമല്ല കേട്ടോ, ഈ നമ്പർ ലൈനിൽ ഏത് 2 റിയൽ നമ്പർ എടുത്താലും ആ റിയൽ നമ്പേഴ്സിനിടയ്ക്ക് എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റാത്തത്രയും റിയൽ നമ്പേഴ്സ് ഉണ്ടാകും. ഇൻഫിനിറ്റ് റിയൽ നമ്പേഴ്സ് ഉണ്ടാകും. ഇൻഫിനിറ്റ് അർത്ഥം നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ്. അങ്ങനെ ഒരു നമ്പർ ലൈനിൽ ഏത് 2 റിയൽ നമ്പർ എടുത്താലും അതിൻ്റെ ഇടയ്ക്ക് ഇൻഫിനിറ്റ് റിയൽ നമ്പേഴ്സ് ഉണ്ടാവും നമ്മൾ പറഞ്ഞല്ലോ. ഈ ഇൻഫിനിറ്റ് റിയൽ നമ്പേഴ്സിൻ്റെ സെറ്റ്, അതിന് വിളിക്കുന്ന പേരാണ് ഇൻ്റർവെൽസ്. അപ്പോഴെന്താണ് ഇൻ്റർവെൽ? ഒരു നമ്പർ ലൈനിൽ 2 റിയൽ നമ്പർ ഉണ്ടെങ്കിൽ ആ റിയൽ നമ്പറിനിടയ്ക്ക് ഇൻഫിനിറ്റ് റിയൽ നമ്പേഴ്സ് ഉണ്ടാകും. ആ ഇൻഫിനിറ്റ് റിയൽ നമ്പേഴ്സിൻ്റെ സെറ്റിന് വിളിക്കുന്ന പേരാണ് ഇൻ്റർവെൽസ്. നമുക്ക് ഇൻ്റർവെൽസിൻ്റെ പല ടൈപ്പുകളൊന്ന് പരിചയപ്പെടാം. എന്നാൽ നിങ്ങൾ ഇതൊന്ന് നോക്കിയേ. ഇത് നമ്പർ ലൈനാണ്. അതിൽ ഞാൻ 2 റിയൽ നമ്പേഴ്സ് അടയാളപ്പെടുത്തി, എയും ബിയും. ഇത്തിരി വലിപ്പത്തിൽ അടയാളപ്പെടുത്തിയത് കാണാൻ വേണ്ടിയാണ് കേട്ടോ. ഇത് എയും ഇത് ബിയും. ഇവിടെ ഏതാ വലുത്, എ ആണോ ബി ആണോ? ഉറപ്പായിട്ടും ബി ആണ് വലുത്. എ ചെറുതും ബി വലുതുമാണ്. കാരണം നമ്പർ ലൈൻ ഈ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുന്തോറും സംഖ്യയുടെ മൂല്യം കൂടി വരികയാണ്. അപ്പോൾ എ ചെറിയ സംഖ്യ, ബി വലിയ സംഖ്യ. ഈ എയ്ക്കും ബിക്കും, ഇത് 2 റിയൽ നമ്പേഴ്സാണ്. ഈ എയ്ക്കും ബിക്കും ഇടയ്ക്ക് താണ്ട് ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന പോർഷനിൽ റെഡ് കളറിൽ, ഈ പോർഷനിൽ ഇൻഫിനിറ്റ് റിയൽ നമ്പേഴ്സ് ഉണ്ട്. എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റാത്ത റിയൽ നമ്പേഴ്സ് ഉണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഈ റിയൽ നമ്പേഴ്സിൻ്റെ എല്ലാം കൂടെ സെറ്റ്, അതായത് എ ഉണ്ട്, ബി ഉണ്ട്, അതിൻ്റെ ഇടയ്ക്ക് വരുന്ന ഇൻഫിനിറ്റ് റിയൽ നമ്പേഴ്സ്, ഇതിൻ്റെ എല്ലാം കൂടെ സെറ്റിന് വിളിക്കുന്ന പേരാണ് ക്ലോസ്ഡ് ഇൻ്റർവെൽ. അപ്പോഴെന്താണ് ക്ലോസ്ഡ് ഇൻ്റർവെൽ? എ ഉണ്ട്, ബി ഉണ്ട്, അതിൻ്റെ ഇടയ്ക്കുള്ള എല്ലാ റിയൽ നമ്പേഴ്സിൻ്റെയും കൂടെ കളക്ഷന് വിളിക്കുന്ന പേരാണ് ക്ലോസ്ഡ് ഇൻ്റർവെൽ. നോക്കിയേ, ലെറ്റ് എ ആൻഡ് ബി ബി 2 റിയൽ നമ്പേഴ്സ് സച്ച് ദാറ്റ് എ ലെസ് ദാൻ ബി. എയും ബിയും 2 റിയൽ നമ്പേഴ്സാണ്. എ ലെസ് ദാൻ ബി എന്ന് വെച്ചാൽ എ ചെറുതും ബി വലുതുമാണ്. ദ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്, ഇവിടെ എല്ലാം നമ്മൾ റിയൽ നമ്പേഴ്സിനെയാണ് ചർച്ച ചെയ്യുന്നത്. ദ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് എക്സ് സച്ച് ദാറ്റ്, ആ എക്സ് എവിടെ മൂലം എവിടം വരാം? എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. അർത്ഥം പറ, എ മുതൽ ബി വരെ എന്ന് വെച്ചാൽ എയുമുണ്ട് ബിയുമുണ്ട്, അതിൻ്റെ ഇടയ്ക്കുള്ള എല്ലാ റിയൽ നമ്പേഴ്സും ഉണ്ട്. ഈസ് കാൾഡ് ക്ലോസ്ഡ് ഇൻ്റർവെൽ. അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ക്ലോസ്ഡ് ഇൻ്റർവെൽ. ആൻഡ് ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ഇതാണ് ക്ലോസ്ഡ് ഇൻ്റർവെലിൻ്റെ സിമ്പിൾ. അണ്ട് ഈ ബ്രാക്കറ്റ് കണ്ടല്ലോ, ഇതിനെ നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റ് എന്നാണ് വിളിക്കുക. അതിനകത്ത് എ കോമ ബി എന്ന് എഴുതും. ഇത് നമ്മൾ വായിക്കുന്നത് ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി എന്നാണ്. അല്ലാതെ സ്ക്വയർ ബ്രാക്കറ്റ് എ ബി എന്നൊന്നും വായിക്കരുത്. ഇതിനെ വായിക്കേണ്ടത് ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി എന്നാണ്. ഒരു ഇൻ്റർവെൽ എഴുതി കഴിഞ്ഞാൽ എ ചെറിയ സംഖ്യ ആദ്യവും വലിയ സംഖ്യ രണ്ടാമതും വേണം എഴുതാൻ. ഇവിടെ എ ചെറുതും ബി വലുതുമാണ്. അപ്പോൾ ആ എ ബി എന്നാണ് നമ്മൾ എഴുതുക. ആദ്യത്തെ ചെറുത് രണ്ടാമത്തെ വലുതുമായിരിക്കും. ഇൻ്റർവെൽ എപ്പോഴും ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് വരത്തക്ക രീതിയിലാണ് ഇൻ്റർവെൽസ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി. ഇതെങ്ങനെ വായിക്കുക? ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി. ഇനി നമുക്ക് ഈ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബിയെ സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതാം. ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി സമം സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് എലമെൻ്റ് ഓഫ് ആർ. ഇതെല്ലാം റിയൽ നമ്പേഴ്സാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അതിനാണ് ഈ എക്സ് എലമെൻ്റ് ഓഫ് ആർ എന്ന് എഴുതിയത്. എക്സ് എലമെൻ്റ് ഓഫ് ആർ എന്ന് എഴുതിയ റിയൽ നമ്പേഴ്സ് എന്നാണ്. എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. എയും ബിയും ഉൾപ്പെടെ അതിൻ്റെ ഇടയ്ക്കുള്ള എല്ലാ റിയൽ നമ്പേഴ്സിൻ്റെയും കൂടെ സെറ്റാണ് ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി. ഇതെങ്ങനെ വായിക്കുക? ഒന്നുകൂടെ പറയാം. ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി എന്ന് വായിക്കണം. ഇതതിൻ്റെ സെറ്റ് ബിൽഡർ ഫോം. ഒരിക്കലും ഈ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബിയെ നമുക്ക് റോസ്റ്റർ ഫോമിൽ എഴുതാൻ പറ്റില്ല. അതെന്താ കാരണം? നാച്ചുറൽ നമ്പേഴ്സ് പറയുന്ന കണക്ക് ഒരു നാച്ചുറൽ നമ്പർ കഴിഞ്ഞാൽ അടുത്ത ഏതാണെന്ന് നമുക്കറിയാം. അങ്ങനെ അതിന് ഒരു പ്രത്യേക ഓർഡറിൽ നമുക്ക് കോമയിട്ട് എഴുതാം. പക്ഷേ റിയൽ നമ്പേഴ്സിനെ നമുക്ക് അങ്ങനെ ഒരു ക്രമത്തിൽ കോമയിട്ട് എഴുതാൻ പറ്റില്ല. അതായത് റോസ്റ്റർ ഫോമിൽ ഒരിക്കലും നമുക്ക് ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ കഴിയില്ല. ഇതിനെ പിന്നെ എന്തിലേ നമുക്ക് എഴുതാൻ പറ്റൂ? സെറ്റ് ബിൽഡർ ഫോമിൽ മാത്രമേ പറ്റൂ. ഇതാണ് ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബിയുടെ സെറ്റ് ബിൽഡർ ഫോം. ഇത് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യണം.
ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി സമം സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് എലമെൻറ്റ് ഓഫ് ആർ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. അതായത് എയും ബിയും ഉൾപ്പെടെ അതിൻ്റെ ഇടയ്ക്കുള്ള എല്ലാ റിയൽ നമ്പേഴ്സിൻ്റെയും സെറ്റാണ് ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി. നമുക്കതിൻ്റെ ഒരു ഉദാഹരണം നോക്കാം. ക്ലോസ്ഡ് ഇൻ്റർവൽ 2-4 ഇതേ കണക്കൊന്ന് പറഞ്ഞു നോക്കിയേ. സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് എലമെൻറ്റ് ഓഫ് ആർ. ചിലപ്പം പരീക്ഷയ്ക്ക് ചിലർ ഇത് എഴുതാൻ മറന്നു പോകും. ഇത് നിർബന്ധമായിട്ടും എഴുതണം, എങ്കിലേ റിയൽ നമ്പേഴ്സ് എന്ന ആശയം അവിടെ കിട്ടുകയുള്ളൂ. അപ്പോൾ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് എലമെൻറ്റ് ഓഫ് ആർ 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. അതിൻ്റെ അർത്ഥം പറ, 2ഉം 4ഉം ഉൾപ്പെടെ അതിൻ്റെ ഇടയ്ക്ക് വരുന്ന എല്ലാ റിയൽ നമ്പേഴ്സിൻ്റെയും സെറ്റ് ഏകദേശം ഇങ്ങനെ വരും. ഇത് 2, ഇത് 4. 2 ഉണ്ട്, 4 ഉണ്ട്, അതിൻ്റെ ഇടയ്ക്കുള്ള എല്ലാ റിയൽ നമ്പേഴ്സും വരും. ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന പോർഷനാണ് ക്ലോസ്ഡ് ഇൻ്റർവൽ 2-4 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞത് ക്ലോസ്ഡ് ഇൻ്റർവലാണ്. ഇനി നമ്മൾ അടുത്ത ഇൻ്റർവെല്ലിലേക്ക് ശ്രദ്ധിക്കുക. ഇത് കണ്ടോ, ഈ നമ്പർ ലൈനിലെ എയും ബിയും നേരത്തെ പറഞ്ഞ കണക്ക് 2 റിയൽ നമ്പേഴ്സാണ്, എ ചെറുതും ബി വലുതുമാണ്. ഇവിടെ എയുടെയും ബിയുടെയും പൊസിഷൻ 2 സർക്കിളിലാണ് അടയാളപ്പെടുത്തിയിരിക്കുക. നേരത്തെ ഈ 2 സർക്കിൾ ഷെയ്ഡ് ചെയ്തിട്ടുണ്ടായിരുന്നു റെഡ് കളറിൽ. അത് ക്ലോസ്ഡ് ഇൻ്റർവൽ പഠിച്ചപ്പോഴാണ്. ഇവിടെ ഇപ്പോൾ ഈ 2 എണ്ണം ഈ 2 സർക്കിളുകൾ ഷെയ്ഡ് ചെയ്തിട്ടില്ല. അതിൻ്റെ അർത്ഥം ഈ എ എന്നും ബി എന്നുമുള്ള ഈ 2 റിയൽ നമ്പർ നമ്മൾ പരിഗണിക്കുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മളത് എടുക്കുന്നില്ല. അത് ഷെയ്ഡ് ചെയ്താൽ അതും കൂടെ പരിഗണിക്കും. അത് ഷെയ്ഡ് ചെയ്യാതെ ഇങ്ങനെ 2 ചെറിയ സർക്കിൾ വരച്ച് കാണിച്ചിരുന്നാൽ അത് നമ്മൾ എടുക്കുന്നില്ല. പകരം അതിൻ്റെ ഇടയ്ക്കുള്ള ഈ റിയൽ നമ്പേഴ്സ് മാത്രമേ നമ്മൾ പരിഗണിക്കുന്നുള്ളൂ. അപ്പോൾ ഈ ക്ലോസ്ഡ് ഇൻ്റർവൽ പറഞ്ഞപ്പോൾ എയും ഉണ്ടായിരുന്നു, ബിയും ഉണ്ടായിരുന്നു, അതിൻ്റെ ഇടയ്ക്കുള്ള റിയൽ നമ്പേഴ്സ് എല്ലാം ഉണ്ട്. ഇപ്പോൾ എയും ബിയും ഇല്ല. അതിൻ്റെ ഇടയ്ക്ക് വരുന്ന റിയൽ നമ്പേഴ്സ് മാത്രമേ നമ്മൾ പരിഗണിക്കുന്നുള്ളൂ. അതായത് എയ്ക്കും ബിയ്ക്കും ഇടയ്ക്കുള്ള ഇൻഫിനിറ്റ് റിയൽ നമ്പേഴ്സ് മാത്രം പരിഗണിച്ചാൽ ആ റിയൽ നമ്പേഴ്സിൻ്റെ സെറ്റിന് വിളിക്കുന്ന പേരാണ് ഓപ്പൺ ഇൻ്റർവൽ. അപ്പോൾ ഈ ക്ലോസ്ഡ് ഇൻ്റർവലുമായിട്ടുള്ള വ്യത്യാസം ഇത്ര മാത്രമേ ഉള്ളൂ. ക്ലോസ്ഡ് ഇൻ്റർവലിൽ എയും ബിയും കൂടി നമ്മൾ പരിഗണിച്ചിരുന്നു. ഓപ്പൺ ഇൻ്റർവലിൽ ഈ എൻഡ് പോയിൻറ്റ്സായ എയും ബിയും നമ്മൾ പരിഗണിക്കുന്നില്ല. അതിൻ്റെ ഇടയ്ക്കുള്ള റിയൽ നമ്പേഴ്സ് മാത്രമേ പരിഗണിക്കുന്നുള്ളൂ. ആ ഇൻ്റർവലിൻ്റെ പേരാണ് ഓപ്പൺ ഇൻ്റർവൽ. അതായത് ലെറ്റ് എ ആൻഡ് ബി ബി 2 റിയൽ നമ്പേഴ്സ് സച്ച് ദാറ്റ് എ ലെസ് ദാൻ ബി. എല്ലാം നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ. ദ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് സച്ച് ദാറ്റ് ഇവിടെ മാത്രമേ മാറ്റുള്ളൂ. നേരത്തെ എന്തായിരുന്നു, എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. ഇവിടെ ഈക്വൽ ടു ഇല്ല, ലെസ് ദാൻ മാത്രമേ ഉള്ളൂ. ഇവിടെ ലെസ് ദാൻ ഇട്ടാൽ എ എടുക്കുന്നില്ലെന്നാണ്. ഇവിടെയും ലെസ് ദാനാ, അതുകൊണ്ട് ബിയും ഇല്ല. ഇവിടെ ഈക്വൽ ടു ഇല്ല കേട്ടോ, ശ്രദ്ധിച്ചല്ലോ. ലെസ് ദാൻ മാത്രമേ ഉള്ളൂ. എന്ന് വെച്ചാൽ എയ്ക്കും ബിയ്ക്കും ഇടയ്ക്കുള്ള റിയൽ നമ്പേഴ്സിൻ്റെ സെറ്റിന് വിളിക്കുന്ന പേരാണ് ഓപ്പൺ ഇൻ്റർവൽ. അതിന് നമ്മൾ ദാണ്ട ഈ സിമ്പലിലാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇത് ഈ ഇങ്ങനെ ഈ ബ്രാക്കറ്റ് ഉണ്ട്, ഇതിനെ നമ്മൾ സിമ്പിൾ ബ്രാക്കറ്റ് എന്നാണ് വിളിക്കുക. മറ്റേന്തായിരുന്നു സ്ക്വയർ ബ്രാക്കറ്റ്. ഇത് സിമ്പിൾ ബ്രാക്കറ്റ്, അതിനകത്ത് എ കോമ ബി. ഇതിനെ വായിക്കുന്നത് ഓപ്പൺ ഇൻ്റർവൽ എ ബി എന്നാണ്. എങ്ങനെ വായിക്കുക? ഓപ്പൺ ഇൻ്റർവൽ. ബ്രാക്കറ്റ് കണ്ടല്ലോ ഇങ്ങനെ സിമ്പിളായിട്ടുള്ള ഈ ബ്രാക്കറ്റ്. ഇതിനെ വായിക്കുന്നത് ഓപ്പൺ ഇൻ്റർവൽ എ ബി എന്നാണ്. അപ്പോൾ എന്താണ് ഓപ്പൺ ഇൻ്റർവൽ എ ബി? എയ്ക്കും ബിയ്ക്കും ഇടയിലുള്ള റിയൽ നമ്പേഴ്സ് മാത്രം. അതിൽ എയുമില്ല ബിയുമില്ല. ക്ലോസ്ഡ് ഇൻ്റർവലായപ്പോൾ എയും ബിയും ഉൾപ്പെടെ നമ്മൾ എടുത്തു. ഓപ്പൺ ഇൻ്റർവലായപ്പോൾ എയും ബിയും നമ്മൾ എടുക്കുന്നില്ല. അതിൻ്റെ ഇടയ്ക്ക് വരുന്ന റിയൽ നമ്പേഴ്സ് മാത്രമേ നമ്മൾ പരിഗണിക്കുന്നുള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെ സെറ്റ് ബിൽഡർ ഫോം പറഞ്ഞു നോക്കാം. നോക്കിയേ, ഓപ്പൺ ഇൻ്റർവൽ എ ബി സമം സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് എലമെൻറ്റ് ഓഫ് ആർ എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ബി. ഇവിടെ ഈക്വൽ ടു ഇല്ല, ലെസ് ദാൻ മാത്രമേ ഉള്ളൂ. അങ്ങനെ വായിക്കാം. ഓപ്പൺ ഇൻ്റർവൽ എ ബി സമം സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് എലമെൻറ്റ് ഓഫ് ആർ എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ബി. നമുക്കതിൻ്റെ ഒരു എക്സാമ്പിൾ കൂടി പറയാം. ഇത് വായിക്കുന്നത് എങ്ങനെ? ഓപ്പൺ ഇൻ്റർവൽ 0-4. ബ്രാക്കറ്റ് കണ്ടല്ലോ, സിമ്പിൾ ബ്രാക്കറ്റാണ്. ഓപ്പൺ ഇൻ്റർവൽ 0-4. ഇതിൻ്റെ സെറ്റ് ബിൽഡർ ഫോം സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് എലമെൻറ്റ് ഓഫ് ആർ 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 4. ഈ എക്സ് എലമെൻറ്റ് ഓഫ് ആർ എന്ന് എല്ലാത്തിലും എഴുതണം. കാരണം എങ്കിലേ റിയൽ നമ്പർ ആണെന്നർത്ഥം നമുക്കവിടെ കിട്ടുകയുള്ളൂ. ഇതിൻ്റെ അർത്ഥം എന്താ? 0യും 4ഉം ഇല്ല.
സീറോയ്ക്കും 4നും ഇടയ്ക്കുള്ള റിയൽ നമ്പേഴ്സ് മാത്രമേ ഉള്ളൂ. അതാ ഇവിടെ ലെസ് ദാൻ എന്ന സിമ്പിൾ ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മളാണ്ട് ഇങ്ങനെ ഒന്ന് വരച്ചതാ ഇത്രയേ ഉള്ളൂ. ഇവിടെ 0യും 4ഉം നമ്മൾ എടുക്കുന്നില്ല. അതെങ്ങനെ മനസ്സിലായി? 0യിലും 4ലും 2 സർക്കിൾ വരച്ചിരിക്കുന്നുണ്ട്. ആ സർക്കിൾ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല? ഷെയ്ഡ് ചെയ്തിട്ടില്ല. ഈ സർക്കിളും കൂടെ നമ്മൾ ഷെയ്ഡ് ചെയ്തെങ്കിലേ ആ 0യും 4ഉം നമ്മൾ പരിഗണിക്കും എന്നർത്ഥം വരും. ഷെയ്ഡ് ചെയ്യുന്നില്ല, 2 സർക്കിൾ മാത്രമേ ഇട്ടിട്ടുള്ളൂ. അതുകൊണ്ട് 0യും 4ഉം നമ്മൾ എടുക്കുന്നില്ല. അതിൻ്റെ ഇടയ്ക്കുള്ള റിയൽ നമ്പേഴ്സ് മാത്രം, അത് 1ഉം 2ഉം 3 എല്ലാം ഉണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്കുള്ള റിയൽ നമ്പേഴ്സ് മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. അതാണ് ഓപ്പൺ ഇൻ്റർവൽ 0-4. എൻഡ് പോയിൻറ്റ്സ് ഇല്ല. 0യും 4ഉം നമ്മൾ എടുക്കില്ല. അതിൻ്റെ ഇടയ്ക്കുള്ള ഇൻഫിനിറ്റ് റിയൽ നമ്പേഴ്സിൻ്റെ സെറ്റാണ് ഓപ്പൺ ഇൻ്റർവൽ. ഇപ്പോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞത് ഓപ്പൺ ഇൻ്റർവൽ ആൻഡ് ക്ലോസ്ഡ് ഇൻ്റർവൽ. ഇനി നമ്മൾ പഠിക്കുന്നതാ ഇതൊന്ന് നോക്കിയേ. ഇത് കണ്ടോ? ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്താ ഇവിടെ മനസ്സിലായേ? ഈ പടത്തിൽ ആ എയും ബിയും 2 റിയൽ നമ്പേഴ്സാണ്, എപ്പോഴും പറയുന്ന കണക്ക്. ഇവിടെ എ എന്ന റിയൽ നമ്പറിൻ്റെ സർക്കിൾ ഷെയ്ഡ് ചെയ്തു, ബി എസ് സൂചിപ്പിക്കുന്ന സർക്കിൾ ഷെയ്ഡ് ചെയ്തിട്ടില്ല. ഇതിൻ്റെ അർത്ഥം എന്താ? എ നമ്മൾ എടുക്കും, പക്ഷേ ഏത് പരിഗണിക്കില്ല? ബി പരിഗണിക്കില്ല. അതിൻ്റെ ഇടയ്ക്കുള്ള റിയൽ നമ്പേഴ്സ് എല്ലാം ഉണ്ടാകും. ഇത് ഒരു ഇൻ്റർവലാണ്. എ ഉണ്ട്, ബി ഇല്ല, അതിൻ്റെ ഇടയ്ക്കുള്ള റിയൽ നമ്പേഴ്സ് എപ്പോഴും ഉണ്ടാകും. അത് കണക്ക് ഈ പടവും നോക്കിയേ. ഇവിടെ എയുടെ സർക്കിൾ ഷെയ്ഡ് ചെയ്തിട്ടില്ല, പക്ഷേ ബിയുടെ സർക്കിൾ ഷെയ്ഡ് ചെയ്തു. ഇതിൻ്റെ അർത്ഥം ഇവിടെ ബി നമ്മൾ പരിഗണിക്കും, പക്ഷേ ഏത് പരിഗണിക്കുന്നില്ല? എ പരിഗണിക്കുന്നില്ല. അതിൻ്റെ ഇടയ്ക്കുള്ള റിയൽ നമ്പേഴ്സ് എല്ലാം ഉണ്ടാകും. ഇങ്ങനെയുള്ള 2 ടൈപ്പ് ഇൻ്റർവൽ കൂടി നമുക്ക് പഠിക്കാനുണ്ട്. ഇതവിടെ നോക്ക്. ലെറ്റ് എ ആൻഡ് ബി ബി 2 റിയൽ നമ്പേഴ്സ് സച്ച് ദാറ്റ് എ ലെസ് ദാൻ ബി. The set of all real numbers x such that അണ്ടേ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ബി. അതിൻ്റെ പടമാണ് ഈ സൂചിപ്പിക്കുന്നത്. ഇവിടെ ഈക്വൽ ടു ഉണ്ടായതുകൊണ്ട് എ നമ്മൾ പരിഗണിക്കും, പക്ഷേ ഇവിടെ ഈക്വൽ ടു ഇല്ല, അതായത് ബി പരിഗണിക്കുന്നില്ല. ഇതാണ് അതിനെ സൂചിപ്പിക്കുന്ന ഫിഗർ. ഇതിനെ നമ്മൾ ഇതാണ് സിമ്പിൾ. ലെഫ്റ്റ് സൈഡിൽ സ്ക്വയർ ബ്രാക്കറ്റ്, റൈറ്റ് സൈഡ് ഈ സിമ്പിൾ ബ്രാക്കറ്റ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ക്ലോസ്ഡും റൈറ്റ് ഓപ്പണുമാണ്. ഇതാണ് ഒരു ടൈപ്പ് ഇൻ്റർവൽ. ഇതിൻ്റെ അർത്ഥം എ ഉണ്ട്, ബി ഇല്ല. ഈ സിമ്പിൾ ബ്രാക്കറ്റ് വരുന്നിടത്തെ നമ്പർ നമ്മൾ എടുക്കില്ല, അത് ഓപ്പൺ ഇൻ്റർവൽ, അത് നമ്മൾ എടുക്കില്ല. അപ്പോൾ എ ഉണ്ട്, ബി ഇല്ല, അതിൻ്റെ ഇടയ്ക്കുള്ള റിയൽ നമ്പേഴ്സ് എപ്പോഴും ഉണ്ടാകും. ഇനി അതേപോലെ ദ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് എക്സ് സച്ച് ദാറ്റ് എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. ഇതിൻ്റെ അർത്ഥം എന്താ? ഇവിടെ ബിക്കാണ് ഇവിടെ ഈക്വൽ ടു ഉള്ളത്, അപ്പോൾ ബി ഉണ്ട്, പക്ഷേ ഇവിടെ എ ഇല്ല, കാരണം ഇവിടെ ലെസ് ദാൻ മാത്രമേ ഉള്ളൂ. എ ഇല്ല, ബി ഉണ്ട്, അതിൻ്റെ ഇടയ്ക്കുള്ള റിയൽ നമ്പേഴ്സ് എല്ലാം കാണും. ഇതാണ് അതിൻ്റെ സിമ്പിൾ. ലെഫ്റ്റ് ഓപ്പൺ, റൈറ്റ് ക്ലോസ്ഡ്. ഈ സിമ്പിൾ ബ്രാക്കറ്റ് എപ്പോഴും ഓപ്പൺ എന്നും ഈ സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ സിമ്പിൾ ക്ലോസ്ഡ് എന്നുമാണ് വായിക്കുക. ഈ സ്ക്വയർ ബ്രാക്കറ്റ് വരുന്നിടത്തെ റിയൽ നമ്പർ നമ്മൾ ഉൾപ്പെടുത്തുന്നു, സിമ്പിൾ ബ്രാക്കറ്റ് വരുന്നിടത്ത് റിയൽ നമ്പർ നമ്മൾ ഉൾപ്പെടുത്തുന്നില്ല. അതാണ് അതിൻ്റെ അർത്ഥം. ഇവിടെ ബി ഉണ്ട്, ഏതില്ല? എ ഇല്ല. ഇനി നമുക്ക് ഇത് രണ്ടിൻ്റെയും കൂടെ സെറ്റ് ബിൽഡർ ഫോം നോക്കാം. ലെഫ്റ്റ് ക്ലോസ്ഡ്, റൈറ്റ് ഓപ്പൺ ആണ്. അപ്പോൾ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് എലമെൻറ്റ് ഓഫ് ആർ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ബി. ഇവിടെ സ്ക്വയർ ബ്രാക്കറ്റ് ആയതുകൊണ്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഇവിടെ സിമ്പിൾ ബ്രാക്കറ്റ് ആയതുകൊണ്ട് ലെസ് ദാൻ. അത് കണക്ക് അടുത്തതിൻ്റെ ഇവിടെ ലെഫ്റ്റ് ഓപ്പണും റൈറ്റ് ക്ലോസ്ഡുമാ. അപ്പോൾ അതിൻ്റെ സെറ്റ് ബിൽഡർ ഫോം സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് എലമെൻറ്റ് ഓഫ് ആർ എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. അർത്ഥം എന്താ? ബി ഉണ്ട്, എ ഇല്ല, അതിനിടയ്ക്കുള്ള റിയൽ നമ്പേഴ്സ് അല്ല. ഇതിൻ്റെ മീനിങ് എന്താ? എ ഉണ്ട്, എ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ബി നമ്മൾ സർക്കിൾ മാത്രമേ ഉള്ളൂ, സർക്കിൾ ഷെയ്ഡ് ചെയ്തിട്ടില്ല. എന്ന് വെച്ചാൽ ബി നമ്മൾ പരിഗണിക്കുന്നില്ലെന്നാണ്. എ ഉണ്ട്, ബി ഇല്ല, അതിൻ്റെ ഇടയ്ക്കുള്ള റിയൽ നമ്പേഴ്സ് എല്ലാം ഉണ്ട്. ഇതാണ് 4 ടൈപ്പിലുള്ള ഇൻ്റർവൽ. ഇത് ലെഫ്റ്റ് ക്ലോസ്ഡ്, റൈറ്റ് ഓപ്പൺ, ഇത് ലെഫ്റ്റ് ഓപ്പൺ, റൈറ്റ് ക്ലോസ്ഡ്. ഇങ്ങനെ 4 ടൈപ്പിലുള്ള ഇൻ്റർവെൽസാണ് നമ്മൾ പരിചയപ്പെട്ടത്. ഇനി നമുക്ക് ഇതിൻ്റെ ഓരോ എക്സാമ്പിളുകൾ നോക്കാം. നോക്ക്, ഇത് ലെഫ്റ്റ് ക്ലോസ്ഡ്, റൈറ്റ് ഓപ്പൺ 2, 4. സെറ്റ് എക്സ് സച്ച് ദാറ്റ് എക്സ് എലമെൻറ്റ് ഓഫ് ആർ 2. ഇവിടെ സ്ക്വയർ ബ്രാക്കറ്റ് അല്ലേ, അപ്പോഴേ ലെസ് ദാൻ ഓർ ഈക്വൽ ടു. ഇവിടെ സിമ്പിൾ ബ്രാക്കറ്റ് അല്ലേ, അപ്പോഴേ ലെസ് ദാൻ. കണ്ടല്ലോ, ആ ഒരു രീതിയിൽ അങ്ങ് ആൻസർ എഴുതിയാൽ മതി. അത് കണക്ക് മറ്റൊരു എക്സാമ്പിൾ നോക്കിയേ. ലെഫ്റ്റ് ഓപ്പണും റൈറ്റ് ക്ലോസ്ഡുമാണ്. അപ്പോൾ നമ്മളിതാ ഇവിടെ എഴുതാൻ നേരത്ത് ഇവിടെ സിമ്പിൾ ബ്രാക്കറ്റ് അല്ലേ, അപ്പോൾ ഇവിടെ എന്തേ ഉള്ളൂ? ലെസ് ദാൻ. ഇവിടെ സ്ക്വയർ ബ്രാക്കറ്റ് ആണല്ലോ, അപ്പോൾ ഇവിടെ എന്തെഴുതും? ലെസ് ദാൻ ഓർ ഈക്വൽ ടു. എല്ലാത്തിലും നിർബന്ധമായിട്ടും എക്സ് എലമെൻറ്റ് ഓഫ് ആർ എന്ന് എഴുതണം. അതൊരു കാരണവശാലും മറന്നു പോകരുത്. ഇനി നമുക്ക് ഈ 4 ഇപ്പം നമ്മൾ പഠിച്ച 4 ടൈപ്പ് ഇൻ്റർവൽ ഉണ്ടല്ലോ, ഇതെല്ലാം കൂടെ നമുക്കൊന്ന് കൺസോൾഡേറ്റ് ചെയ്യാം. ഇതെങ്ങനെയാണ് വായിക്കുന്നത്? ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി
സെറ്റ് എക്സ് സച്ച് ദാറ്റ് എക്സ് എലമെന്റ് ഓഫ് ആർ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. അർത്ഥം എയും ബിയും ഉൾപ്പെടെ അതിൻ്റെ ഇടയ്ക്കുള്ള എല്ലാ റിയൽ നമ്പേഴ്സിൻ്റെയും സെറ്റ്. ഇതെങ്ങനെ വായിക്കുന്നത്? ഓപ്പൺ ഇൻ്റർവൽ എ ബി, സ്ക്വയർ ബ്രാക്കറ്റിനെ ക്ലോസ്ഡ് എന്നും സിമ്പിൾ ബ്രാക്കറ്റിനെ ഓപ്പൺ എന്നും വായിക്കണം. ഓപ്പൺ ഇൻ്റർവൽ എ ബി സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് എലമെന്റ് ഓഫ് ആർ എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ബി. അർത്ഥം എയും എയ്ക്കും ബിക്കും ഇടയ്ക്കുള്ള റിയൽ നമ്പേഴ്സിൻ്റെ സെറ്റ്. അവിടെ എയും ബിയും നമ്മൾ പരിഗണിക്കില്ല, ഇവിടെ എയും ബിയും പരിഗണിക്കും. അടുത്തത് ലെഫ്റ്റ് ഓപ്പൺ റൈറ്റ് ക്ലോസ്ഡ്. അപ്പോൾ ഇവിടെ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് എലമെന്റ് ഓഫ് ആർ ഈ ലെഫ്റ്റ് സൈഡിൽ സിമ്പിൾ ബ്രാക്കറ്റ് അല്ലേ, അപ്പോൾ എ ലെസ് ദാൻ എക്സ്. റൈറ്റ് സൈഡിൽ സ്ക്വയർ ബ്രാക്കറ്റ് അല്ലേ, അപ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. എ ഇല്ല, ബി ഉണ്ട്, അതിൻ്റെ ഇടയ്ക്ക് വരുന്ന റിയൽ നമ്പേഴ്സ് എല്ലാം ഈ സെറ്റിനകത്തുണ്ട്. ഇവിടെ ലെഫ്റ്റ് സൈഡ് ക്ലോസ്ഡ്, റൈറ്റ് സൈഡ് ഓപ്പൺ. അപ്പോൾ ഇവിടെ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് എലമെന്റ് ഓഫ് ആർ, ഇവിടെ ലെഫ്റ്റ് സൈഡിൽ സ്ക്വയർ ബ്രാക്കറ്റ് അല്ലേ, അപ്പോൾ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്. റൈറ്റ് സൈഡിൽ സിമ്പിൾ ബ്രാക്കറ്റ് അല്ലേ, അപ്പോൾ ലെസ് ദാൻ ബി. ഈ എക്സ് എലമെന്റ് ഓഫ് ആർ എല്ലാത്തിലും നിർബന്ധമായിട്ടും എഴുതിയിരിക്കണം. ഇതാണ് 4 ടൈപ്പിലുള്ള ഇൻ്റർവെൽസ് എന്ന് പറയുന്നത്. ഇനി ദ നമ്പർ ബി മൈനസ് എ. ഈ ഇൻ്റർവെൽ ഈ 4 ടൈപ്പിൽ ഏതായാലും ബി മൈനസ് എ എന്ന നമ്പർ എന്ന് പറഞ്ഞാൽ ഈ ബിയിൽ നിന്നും എ കുറയ്ക്കുന്ന നമ്പർ. ഇവിടെ എപ്പോഴും എ ചെറുതും ബി വലുതുമാണ്. നമ്മൾ ഇൻ്റർവെൽ അങ്ങനെ എഴുതുക. ഇൻ്റർവെല്ലിൽ ആദ്യം എഴുതുന്ന നമ്പർ ചെറുതും രണ്ടാമത് എഴുതുന്ന നമ്പർ വലുതുമായിരിക്കണം. ബി മൈനസ് എ ഈ നമ്പറിനെയാണ് അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇൻ്റർവെൽ നമുക്ക് തന്നാൽ അതിൻ്റെ ലെങ്ത് കാണാൻ ബി മൈനസ് എ എന്ന നമ്പർ കണ്ടാൽ മതി. നമുക്കതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ക്ലോസ്ഡ് ഇൻ്റർവൽ 1,5. ഇതെങ്ങനെ വായിക്കുക? ക്ലോസ്ഡ് ഇൻ്റർവൽ 1,5. ഇതിൻ്റെ ലെങ്ത് കാണാൻ ബി മൈനസ് എ. ഇവിടെ ബി ഏതാ? 5. എ ഏതാ? 1. അപ്പോൾ ബി മൈനസ് എ എന്ത് വരും? 5 മൈനസ് 1 4. അപ്പോൾ ഈ ഇൻ്റർവെലിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 4 ആണ്. ഇവിടെ ഉപയോഗിക്കുന്ന ബ്രാക്കറ്റ് ഏതോ ആവട്ടെ, ഈ 4 ടൈപ്പിൽ ഏത് ഇൻ്റർവെൽ ആയാലും അതിൻ്റെ ലെങ്ത് കാണാൻ ബി മൈനസ് എ കണ്ടാൽ മതി. ഇനി ഇതുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ നമുക്ക് ചെയ്തു നോക്കാം. ക്വസ്റ്റ്യൻ നോക്ക്. റൈറ്റ് ദ ഫോളോയിങ് ഇൻ്റർവെൽസ് ഇൻറ്റു സെറ്റ് ബിൽഡർ ഫോം. നമുക്കിവിടെ ഇൻ്റർവെൽ തരും, നമ്മളതിനെ എന്തിലോട്ട് മാറ്റണം? സെറ്റ് ബിൽഡർ ഫോമിലേക്ക് മാറ്റണം. നോക്കിക്കോണേ, ഒന്നാമത്തെ ചോദ്യം ഇതാണ്. ഇതെങ്ങനെ വായിക്കുക? ക്ലോസ്ഡ് ഇൻ്റർവെൽ 1,5. അപ്പോൾ ഇത് എഴുതുമ്പോൾ നമ്മളൊരു പ്രധാന കാര്യം ശ്രദ്ധിക്കണം. ഇവിടുത്തെ ഈ സിമ്പല് സ്ക്വയർ ബ്രാക്കറ്റ് അല്ലേ, അതായത് ക്ലോസ്ഡ് ഇൻ്റർവെൽ ആണല്ലോ. അപ്പോഴവിടെ ഇനീക്വാളിറ്റി ഏതാ ഉപയോഗിക്കുന്നത്? ലെസ് ദാൻ ആണോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണോ? ലെസ് ദാൻ ഓർ ഈക്വൽ ടു. അപ്പോൾ സിമ്പിൾ ബ്രാക്കറ്റ് ആണെങ്കിൽ ലെസ് ദാൻ, സ്ക്വയർ ബ്രാക്കറ്റ് ആണെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു. നമുക്ക് ആൻസർ എഴുതി തുടങ്ങാം. സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് എലമെന്റ് ഓഫ് ആർ, ഈ 1 ഈ 5 ആണ് ഇവിടെ എഴുതേണ്ടത്. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. ഈ എക്സ് എലമെന്റ് ഓഫ് ആർ എന്ന് കൃത്യമായിട്ട് എഴുതിയിരിക്കണം. ഈ 1ഉം ഈ 5ഉമാണ് ഇതിൻ്റെ 2 എൻഡിലും വരുന്നത്. നടുക്കെപ്പോഴും എക്സ് ആണ്. ഈ സ്ക്വയർ ബ്രാക്കറ്റ് ആണെങ്കിൽ ഇവിടെ രണ്ടിടത്തും ഉപയോഗിക്കേണ്ടത് ലെസ് ദാൻ ഓർ ഈക്വൽ ടുവിൻ്റെ സിമ്പലാണ്. ഇത് വായിക്കേ, എങ്ങനെ വായിക്കുന്നത്? ഓപ്പൺ ഇൻ്റർവൽ 2 3. ഇതിനെ നമുക്ക് സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതിയാൽ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ്, ഇതെല്ലാത്തിലും കോമൺ ആണ് കേട്ടോ, എക്സ് എലമെന്റ് ഓഫ് ആർ. ഇനി ഇവിടെ രണ്ടിടത്തും സിമ്പിൾ ബ്രാക്കറ്റ് അല്ലേ, അപ്പോൾ ലെസ് ദാൻ എന്ന ഇനീക്വാളിറ്റി അല്ലേ യൂസ് ചെയ്യേണ്ടത്? കണ്ടോ, 2 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 3. ഈ 2ഉം 3ഉമാണ് ഇവിടെ രണ്ടിടത്തും വരേണ്ടത്. നടുക്ക് എക്സ് ആണ്, ഇവിടെ രണ്ടിടത്തും ലെസ് ദാൻ ആണ്. അപ്പോൾ സ്ക്വയർ ബ്രാക്കറ്റ് വരുന്നിടത്ത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഉപയോഗിക്കുക. സിമ്പിൾ ബ്രാക്കറ്റ് വരുന്നിടത്ത് നമ്മൾ എന്തുപയോഗിക്കണം? ലെസ് ദാൻ ഉപയോഗിക്കണം. അടുത്ത് നോക്ക്, ഇത് ലെഫ്റ്റ് ക്ലോസ്ഡ് റൈറ്റ് ഓപ്പൺ. അതായത് ലെഫ്റ്റ് സൈഡിൽ സ്ക്വയർ ബ്രാക്കറ്റും റൈറ്റ് സൈഡിൽ സിമ്പിൾ ബ്രാക്കറ്റും. അപ്പോൾ ഇവിടെ ആദ്യം വരുന്ന സിമ്പൽ ഏതായിരിക്കും? സ്ക്വയർ ബ്രാക്കറ്റ് ആയതുകൊണ്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു. ഇവിടെ രണ്ടാമത് വരുന്ന സിമ്പൽ ഇത് ഓപ്പൺ ആയതുകൊണ്ട് ഇവിടെ എന്തായിരിക്കും വരുന്നത്? ലെസ് ദാൻ ആയിരിക്കും. അപ്പോൾ ആൻസർ എന്ത് വരും? സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് എലമെന്റ് ഓഫ് ആർ, ആദ്യം -1 എഴുതുക. പിന്നെ ഇവിടെ സ്ക്വയർ ബ്രാക്കറ്റ് ആണ്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്, സിമ്പിൾ ബ്രാക്കറ്റ് ആയതുകൊണ്ട് ലെസ് ദാൻ 0. അടുത്തത് ലെഫ്റ്റ് ഓപ്പൺ റൈറ്റ് ക്ലോസ്ഡ് -2 2. നമുക്ക് എഴുതി നോക്കാം. സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് എലമെന്റ് ഓഫ് ആർ -2. ഇവിടെ സിമ്പിൾ ബ്രാക്കറ്റ് ആണ്, ലെസ് ദാൻ എക്സ് എഴുതുക. ഇവിടെ സ്ക്വയർ ബ്രാക്കറ്റ് ആണ്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. ഇതാണ് ഇതിൻ്റെ എൻഡ് പോയിന്റ്സിൽ വരേണ്ട. നടുക്ക് എക്സ് ഉണ്ട്. ഇവിടെ ഇടേണ്ട ഇനീക്വാളിറ്റി ഇവിടുത്തെ ബ്രാക്കറ്റ് നോക്കിയിടണം. സിമ്പിൾ ബ്രാക്കറ്റ് ആണെങ്കിൽ ആദ്യത്തത് ലെസ് ദാൻ,
ഇത് സ്ക്വയർ ബ്രാക്കറ്റ് ആയതുകൊണ്ട് ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇടുക. ഇങ്ങനെയാണ് ഇൻ്റർവെൽസിനെ എന്തിലേക്ക് നമ്മൾ മാറ്റുന്നത്? സെറ്റ് ബിൽഡർ ഫോമിലേക്ക് മാറ്റുക. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ്. ഇനി വേണമെങ്കിൽ തിരിച്ചു ചോദിക്കാം. റൈറ്റ് ദ ഫോളോയിങ് സെറ്റ് ബിൽഡർ ഫോംസ് ഇൻ ടു ഇൻ്റർവെൽ. സെറ്റ് ബിൽഡർ ഫോമിനെ ഇൻ്റർവെൽസ് ആക്കാൻ ചോദിക്കുക. അപ്പോഴാ ഈ ഫോമിൽ തന്ന് നമ്മൾ ഇങ്ങനെ ആക്കണം. നോക്കിയിരിക്കും. സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് എലമെന്റ് ഓഫ് ആർ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 3. ഇതിൻ്റെ സെറ്റ് ബിൽഡർ ഫോം എന്തായിരിക്കും വരുന്നത്? 1 3 എന്ന് എഴുതുക. ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ് സ്ക്വയർ ബ്രാക്കറ്റ്, ഇവിടെ ലെസ് ദാൻ ആണ് സിമ്പിൾ ബ്രാക്കറ്റ്. അപ്പോൾ ആൻസർ ലെഫ്റ്റ് ദാണ്ട് ഇവിടെ സ്ക്വയറും ഇവിടെ സിമ്പിൾ ബ്രാക്കറ്റും, ലെഫ്റ്റ് ക്ലോസ്ഡ് റൈറ്റ് ഓപ്പൺ. ഈ 1ഉം 3യുമാണ് ഇതിനകത്ത് വരേണ്ടത്. ഇത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയതുകൊണ്ട് ഇവിടെ സ്ക്വയർ ബ്രാക്കറ്റ്, ഇത് ലെസ് ദാൻ ആയതുകൊണ്ട് സിമ്പിൾ ബ്രാക്കറ്റ്. അടുത്ത സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് എലമെന്റ് ഓഫ് ആർ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. രണ്ടും ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്. അപ്പോൾ സ്ക്വയർ ബ്രാക്കറ്റ്. ഉത്തരം ക്ലോസ്ഡ് ഇൻ്റർവൽ 0 3 എന്നാണ് വരുന്നത്. അടുത്ത സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് എലമെന്റ് ഓഫ് ആർ -3 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 0. ഇവിടെ രണ്ടിടത്തും സിമ്പിൾ ബ്രാക്കറ്റ് ആണ്. അപ്പോൾ ഏത് ഇൻ്റർവലാ? ഓപ്പൺ ഇൻ്റർവൽ. ഉത്തരം ഓപ്പൺ ഇൻ്റർവൽ -3 0. അടുത്ത് നോക്ക്. സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് എലമെന്റ് ഓഫ് ആർ -5 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. ഇവിടെ ലെസ് ദാൻ. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഏത് ബ്രാക്കറ്റ് വരും? സിമ്പിൾ ബ്രാക്കറ്റ്. ഇത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു. അപ്പോൾ ഏത് ബ്രാക്കറ്റ് വരും? സ്ക്വയർ ബ്രാക്കറ്റ്. അപ്പോൾ ഉത്തരം ഓപ്പൺ, ലെഫ്റ്റ് സൈഡ് ഓപ്പൺ, -5 -2 റൈറ്റ് സൈഡ് ക്ലോസ്ഡ്. ഇങ്ങനെയാണ് സെറ്റ് ബിൽഡർ ഫോം തന്നാൽ നമ്മൾ എന്തിലേക്ക് മാറ്റുക? ഇൻ്റർവെലിൻ്റെ രൂപത്തിലേക്ക് മാറ്റി എഴുതുന്നത്. ഈ ഇൻ്റർവെൽസ് എല്ലാം തന്നെ എന്തിൻ്റെ സബ്സെറ്റുകളാണ്? റിയൽ നമ്പേഴ്സിൻ്റെ സബ്സെറ്റുകളാണ്. അതുകൊണ്ടാണ് ഇൻ്റർവെൽസ് ആസ് സബ്സെറ്റ് ഓഫ് ആർ എന്നും പറഞ്ഞ് നമ്മൾ പഠിക്കാനുള്ള കാരണം. ഇനി നമുക്ക് ഒരു പുതിയ സിമ്പൽ പരിചയപ്പെടാം. ഈ സിമ്പലിനെ ഇൻഫിനിറ്റി സിമ്പൽ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇൻഫിനിറ്റി സിമ്പൽ. ഈ സിമ്പൽ എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നുകൂടി നമ്മളൊന്ന് പറയാം. ഈ നമ്പർ ലൈൻ നിങ്ങൾക്കറിയാമല്ലോ. 0യുടെ റൈറ്റ് സൈഡിലോട്ട് സംഖ്യകൾ വലുതായി 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 ഏറ്റവും വലുതിലേക്കും, 0യുടെ ഇടതുവശത്തോട്ട് പോകുമ്പോൾ നമ്പർ ചെറുതായി ചെറുതായി ഏറ്റവും ചെറുതിലേക്കും പോകുന്നു എന്നാണ് നമുക്കറിയാവുന്നത്. അങ്ങനെ 0യുടെ റൈറ്റ് സൈഡിലേക്ക് നമ്പർ വലുതായി വലുതായി ഏറ്റവും വലുതിലേക്ക് പോകുന്നു എന്ന് സൂചിപ്പിക്കുന്ന സിമ്പലാണ് പ്ലസ് ഇൻഫിനിറ്റി. 0യുടെ ഇടതുവശത്തേക്ക് നമ്പർ ചെറുതായി ചെറുതായി ഏറ്റവും ചെറുതിലേക്ക് പോകുന്നു. അങ്ങനെ ഏറ്റവും ചെറുതിലേക്ക് പോകുന്നു എന്ന് സൂചിപ്പിക്കുന്ന സിമ്പലാണ് മൈനസ് ഇൻഫിനിറ്റി. അപ്പോൾ പ്ലസ് ഇൻഫിനിറ്റി ഏറ്റവും വലുതിലേക്ക് പോകുന്നു, മൈനസ് ഇൻഫിനിറ്റി ഏറ്റവും ചെറുതിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ആശയം. അങ്ങനെ ഈ മൈനസ് ഇൻഫിനിറ്റി ഇൻഫിനിറ്റി ചേർത്ത് ഓപ്പൺ ഇൻ്റർവൽ -∞ ഡിസ്ക്രൈബ്സ് ദ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്. അപ്പോൾ റിയൽ നമ്പേഴ്സിൻ്റെ സെറ്റ് ഉണ്ടല്ലോ, ക്യാപിറ്റൽ ആർ, അതിനെ ഇൻ്റർവെലിൻ്റെ ഫോമിൽ നമുക്കിങ്ങനെ എഴുതാം. ഓപ്പൺ ഇൻ്റർവൽ -∞. അത് ഓപ്പൺ ഇൻ്റർവലാണ്. കാരണം ഇത് രണ്ടും നമ്മൾ പരിഗണിക്കില്ല. ഏതാ? -∞ നമ്മൾ ഉൾപ്പെടുത്തില്ല. അതുകൊണ്ടാണ് ഇവിടെ ഓപ്പൺ ഇൻ്റർവൽ നമ്മൾ ഇട്ടിരിക്കാനുള്ള കാരണം. അപ്പോൾ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സിൻ്റെ ഇൻ്റർവെലിൻ്റെ ഫോം ഏതാണ്? ഓപ്പൺ ഇൻ്റർവൽ -∞ ആണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഇൻഫിനിറ്റി എന്ന് പറയുന്നത് ഒരു റിയൽ നമ്പർ അല്ല, അതൊരു സിമ്പൽ മാത്രമാണ്. ഏറ്റവും വലുതിലേക്കെന്ന് സൂചിപ്പിക്കുന്ന സിമ്പലാണ് പ്ലസ് ഇൻഫിനിറ്റി, ഏറ്റവും ചെറുതിലേക്കെന്ന് സൂചിപ്പിക്കുന്ന സിമ്പലാണ് -∞. ഇത്രയുമാണ് നമ്മളുടെ ഇന്നത്തെ ക്ലാസ്. ഈ ചാപ്റ്ററിൻ്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം.